ഹോർമോസ് കടലിടുക്കിൽ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണമുണ്ടായതിൽ കടുത്ത അതൃപ്തിയിൽ രാജ്യം. ഗൾഫ് മേഖലയിലുള്ള ഇന്ത്യൻ കപ്പലുകളിലെ ജീവനക്കാരോട് ജാഗ്രത പുലർത്താൻ കേന്ദ്രം നിർദ്ദേശം നൽകി. അതേസമയം ഹോർമൂസിൽ നിയന്ത്രണം കടുപ്പിക്കുകയാണ് ഇറാൻ. ഹോർമൂസ് കടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകൾ ആക്രമിക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ ബ്ലാക്ക്മെയിലിംഗ് അനുവദിക്കില്ല എന്ന് അമേരിക്കയും നിലപാട് കടുപ്പിച്ചു. ചർച്ചകളിൽ സമവായമുണ്ടായില്ലെങ്കിൽ വലിയ യുദ്ധത്തിന് തയ്യാറെടുക്കുമെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി. ദില്ലിയിൽ നിന്ന് നോബിൾ മാരിക്കാരനും വാർഡസ്കിൽ നിന്ന് ആദിരാജയനും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം നോബിൾ മാരിക്കാരനിലേക്കാണ്. നോബിൾ, ഇന്നലെ ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ഇറാന്റെ ആക്രമണമുണ്ടായി. പശ്ചിമേഷ്യയിൽ യുദ്ധം കനത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ഇന്ത്യക്ക് തിരിച്ചടിയാകുന്ന തരത്തിലുള്ള നീക്കങ്ങൾ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ അതും സംഭവിച്ചു. കടുത്ത അതൃപ്തിയിലാണ് രാജ്യമുള്ളത്. ഇറാനിയൻ അംബാസിഡറെ വിളിച്ചു വരുത്തുന്നു, അതൃപ്തി അറിയിക്കുന്നു. എങ്ങനെയാണ് രാജ്യം ഇതിനെ കാണുന്നത്? രാജ്യം ഇതിൽ വിമർശനം ഉന്നയിക്കുന്നത്? നോബിൾ മാരിക്കാരൻ. റിജിത്ത്, ശ്രുതി, ഇന്നലെ വളരെ അപ്രതീക്ഷിതമായി ഞെട്ടിക്കുന്ന വാർത്തയാണ് വന്നത്. പ്രത്യേകിച്ച് ഹോർമോസ് കടക്കാൻ ശ്രമിച്ച 2 ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെയാണ് വെടിവെയ്പ്പ് ഉണ്ടായത്. അതിൽ ആർക്കും പരിക്കുകളില്ലെങ്കിൽ പോലും വളരെയധികം ആശങ്കയുണ്ടാക്കുന്ന സംഭവമാണ് ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ വലിയ അതൃപ്തിയിലും വലിയ ആശങ്കയിലുമാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ ഉള്ളത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഇന്ദ്രപ്രസ്ഥം നിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. 15ഓളം ഇന്ത്യൻ കപ്പലുകൾ ഇനിയിപ്പോൾ അവിടെ ഹോർമോസ് കടക്കാൻ വേണ്ടിയുണ്ട്. നേരത്തെ തന്നെ ഇറാനുമായി ഇന്ത്യ പല ഘട്ടങ്ങളിൽ നയതന്ത്ര ചർച്ചകൾ നടത്തുകയും അതുമായി ബന്ധപ്പെട്ട നല്ല ഊഷ്മളമായ ബന്ധം ഉണ്ട് എന്ന് വാദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു ആക്രമണം എന്താണെങ്കിലും ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ തന്നെ ഇറാൻ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി ഇന്ത്യ ആശങ്ക അറിയിക്കുകയും ഇക്കാര്യങ്ങൾ അവിടെ ഇറാനിൽ സംസാരിക്കാമെന്ന് സ്ഥാനപതി തന്നെ ഇന്ത്യക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. ഇന്ത്യയുടെ ആശങ്ക അവിടെ അറിയിക്കാമെന്ന് അവരും ഉറപ്പ് നൽകിയാണ് ഇന്നലെ മടങ്ങിയത്. വിക്രം മിസ്രിയാണ് ഇന്നലെ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തത്. പ്രധാനമായും ഈ ആക്രമണം എന്ന് പറയുമ്പോൾ, അതായത് സന്മാർ ഹെറാൾഡ് എന്ന കപ്പലിനും അതോടൊപ്പം മറ്റൊരു കണ്ടെയ്നറിനും എതിരെയാണ് ഈ ആക്രമണം ഉണ്ടായത്. നിലവിൽ ഇന്ത്യയുടെ 14 കപ്പലുകൾ ഹോർമോസ് കടക്കാൻ വേണ്ടി ആ പ്രദേശത്ത് ഉണ്ട്. അതിൽ 7 എണ്ണത്തിൽ ഇന്ത്യയുടെ പതാക അടക്കം ഉള്ള കപ്പലുകളാണ്. ആ പശ്ചാത്തലമൊക്കെ ഉള്ളപ്പോഴാണ് ഇങ്ങനെ ആക്രമണം ഉണ്ടായത് എന്നാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം.